ഇത്രയും ക്രൂരമായിട്ട് ഈ 21-ാം നൂറ്റാണ്ടില് മൃഗങ്ങളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ശാസ്ത്രം? നമ്മൾ സ്നേഹിച്ച് വളർത്തിയ ഒരു സാധനത്തിനെ കൂട്ടത്തോറിട്ട് കത്തിച്ച് അതിന്റെ ജീവൻ വെടിയിക്കുക എന്ന് പറയുന്നത് ഒരു കേമദ്രോഹം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ആ ഒരു ക്രൂരതയാണ് ഞങ്ങൾ ഹോമിയോപ്പതി ഡോക്ടർമാരെ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു പ്രയോജനമാവുന്നത്. എങ്ങനെയും നമസ്തേ. പക്ഷിപ്പനിയും ഹോമിയോപ്പതിയും ഇത് കൊറോണ സമയത്ത് നമ്മളെ ചുറ്റിക്കളിപ്പിച്ചപ്പോൾ ഹോമിയോ ആണ് സാധാരണ ജനങ്ങൾക്ക് ഒരു ആശ്വാസമായത്. അതേപോലെ ഏകദേശം 2014 മുതൽ ഈ കുട്ടനാട്ടെ കർഷകരെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് പക്ഷിപ്പനി അഥവാ വിയാൻ ഇൻഫ്ലുവൻസ. അവർ HF1 H1 എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന എന്തോ വൈറസ് ആണെന്നൊക്കെ ഇവർ പറയുന്നു. അപ്പൊ ഇതില് സാധാരണക്കാർക്ക് എപ്പോഴും വിഷമം തോന്നുന്നത് ഉത്സവ സീസണുകളിൽ അല്ലെങ്കിൽ ക്രിസ്മസ് സീസണുകളിൽ നല്ലതുപോലെ ഇറച്ചിയുടെ വ്യാപാരം നടക്കുന്ന സമയത്ത് മാത്രം ഇത് വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സാധാരണക്കാരനും സാധാരണ കർഷകനും സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റൂ. അത് തമിഴ്നാട്ടിലെ വ്യാപാരികളെയും കച്ചവടക്കാരെയും സഹായിക്കാനാണ് എന്ന് പറയുന്നതിലും തെറ്റ്. അപ്പൊ ഇതിനൊക്കെ ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഹോമിയോയില് വൈദഗ്ധ്യം 31 കൊല്ലം തെളിയിച്ച MB സലീം കുമാർ നമ്മുടെ ചോറ്റാനിക്കര പടിയാർ ഹോമിയോപ്പതി കുടുംബത്തിന്റെ ഒരു ഉൽപ്പത്തിയാണ്. ഈ വിധ കാര്യത്തിൽ വിപ്ലവാത്മകമായ പല ചികിത്സകളും നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നു. നമസ്തേ. നമസ്തേ. ശ്രീ MB സലീം കുമാർ ഡോക്ടർ, കുറച്ച് ചോദ്യങ്ങൾക്ക് മറുപടി തരണം പറ്റുന്ന. അപ്പൊ കേട്ട് കാണുമല്ലോ, ഇപ്പൊ ഈ പക്ഷിപ്പനി അഥവാ ബേർഡ് ഫ്ലൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടനാട് കർഷകരെ മാത്രം ഇങ്ങനെ ഇട്ട് വേട്ടയാടുന്നതിന്റെ എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം? ഇവിടെ താങ്കൾ ഉന്നയിച്ച സംശയം അത് ശരിയാണോ അല്ലയോ എന്ന് പറയാൻ ആളല്ല, എങ്കിലും അങ്ങനെ സംശയിക്കപ്പെടുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ഒരു 12-13 വർഷമായിട്ട് കേരളത്തിൽ ഈ ഏവിയൻ ഫ്ലൂ എന്ന് പറയുന്ന ഇത് വ്യാപകമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ താറാവുകൾ കൂട്ടത്തോടെ പെട്ടെന്ന് ചത്തൊടുങ്ങും. ഇത് മനുഷ്യരിലേക്ക് പടരുമോ എന്ന് ഉള്ള ഭയം കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ WHO ഒക്കെ മാർഗനിർദ്ദേശം അനുസരിച്ച് താറാവുകളെ കൂട്ടമായിട്ട് കത്തിച്ച് കൊന്നുകളയാണ്. ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിനിൽ പ്രതിവിധി ഇല്ല എങ്കിൽ മറ്റെങ്ങും പ്രതിവിധി പാടില്ല എന്നുള്ള ഒരു നയം ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കൂട്ട ഉരുതി നടക്കുന്നത്. കേരളത്തിൽ ഹോമിയോപ്പതിയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലല്ല ലോകത്ത് തന്നെ വൈറസ് രോഗങ്ങളെ കെട്ടുകെട്ടിക്കുന്നതിൽ ഹോമിയോപ്പതി വഹിച്ച പങ്ക് വളരെ വലുതാണ്. കേരളത്തിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ജാപ്പനീസ് എൻകഫലൈറ്റിസ് എന്ന് പറയുന്നത് പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടർന്നു എന്ന് പറയപ്പെടുന്ന ഒരു അസുഖമാണ്. കോഴിവസന്തയാണ് പറയുന്നത്? അല്ലല്ല, ജാപ്പനീസ് എൻകഫലൈറ്റിസ് മനുഷ്യരിൽ വന്നതാണ്. അതേപോലെ ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോഴിവസന്ത എന്ന് പറയുന്ന രോഗം ഒരു കാലത്ത് കേരളത്തിലെ കോഴികൾ കൂട്ടമായി അത് ഇവിടുന്ന് കെട്ടുകെട്ടിച്ചത് എന്ന് പറയുന്ന ഹോമിയോപ്പതി തന്നെയാണ്. അതിലൊരു പ്രൈവറ്റ് ലാബ് ഇറക്കിയ കിൽ വസന്ത എന്ന് പറയുന്ന മരുന്ന് കർഷകർ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. കൂടാതെ അന്ന് ഡോക്ടർമാരും കൊടുത്തിരുന്നു. ആ മരുന്ന് വ്യാപകമായി വിപണിയിൽ വിറ്റുപോയി. തുടർന്ന് കേരളത്തിൽ കോഴിവസന്ത ഇല്ലാതായ അവസ്ഥയിലേക്ക് വന്നു. ഹോമിയോയില് കോഴിവസന്ത പോലുള്ള രോഗങ്ങൾ മാറ്റിയതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ വൈറസിന് ഹോമിയോയിൽ മരുന്നില്ലേ? ഹോമിയോപ്പതിയിൽ ഈ വൈറസ് എന്നുള്ളതല്ല, ഇനി 1000 വർഷത്തിന് ശേഷം മനുഷ്യർക്കായാലും പക്ഷികൾക്കായാലും ഉണ്ടാകാൻ പോകുന്ന വൈറസ് രോഗങ്ങൾക്ക് മരുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അലോപ്പതി വൈദ്യശാസ്ത്രത്തെ പോലെ ആ സമയത്ത് ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കേണ്ട അവസ്ഥ ഹോമിയോപ്പതിയിലില്ല. നിലവിലുള്ള മരുന്നുകളിലെ ലക്ഷണ സംയുക്തമായിട്ട് യോജിക്കുന്ന ഒരു മരുന്ന് കണ്ടുവച്ചാൽ മതി. അതിന് 1000 കൊല്ലത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഒരു വൈറസ് ഇൻഫെക്ഷനും ഏതെങ്കിലുമൊക്കെ രോഗലക്ഷണമാണ് കാണും. ആ ലക്ഷണം ഏതെന്ന് പഠിച്ചിട്ട് നിലവിലുള്ള ഏത് ഹോമിയോ മരുന്നിനുമായിട്ടാണ് അത് പൊരുത്തപ്പെടുന്ന നോക്കിയിട്ട് അത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ WHO ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് 74 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇതിന് വേവിച്ചു കഴിഞ്ഞാൽ ഈ വൈറസ് ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതിനെ കത്തിച്ചേരേണ്ട കാര്യമുണ്ടോ? പാചകം ചെയ്ത് കഴിച്ചൂടെ? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ആരും താറാവിനെ പച്ചക്ക് കഴിക്കുന്നില്ല. അപ്പൊ പിന്നെ മനുഷ്യനിലേക്ക് എന്തുകൊണ്ട് പകരും എന്നുള്ളത് ഒരു പരിധിവരെ ആധുനിക വൈദ്യശാസ്ത്രം ഭയക്കുന്നത് കൊണ്ടാണ്. ഈ താറാവിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതിനിടയിൽ മനുഷ്യരിലേക്ക് അത് പകരാനും ഈ വൈറസ് പകരുകയും നിലവിൽ ഇത് പകർന്നിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ
നാളെ ആ പകർന്ന വൈറസ് ഒരു മ്യൂട്ടേഷൻ ഉണ്ടാക്കി മനുഷ്യന് അതിന് ജീവൻ എടുക്കുമോ എന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഭയക്കുന്നു. എന്നാൽ ആ ഭയക്കുന്നതോടൊപ്പം അതിനൊരു പകരം എന്തെങ്കിലും ചെയ്യാൻ അവർ ശ്രമിക്കുന്നുമില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ വവ്വാൽ പനി, എലിപ്പനി എന്ന് വേണ്ട സർവ്വ മൃഗങ്ങളെയും ചേർത്ത് ഇവിടെ ഇത് ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ വ്യാപാരങ്ങൾ നടക്കുന്നതായിട്ട് സാധാരണക്കാരൻ സംശയിച്ചാൽ നാം ആരെയാണ് തെറ്റു പറയുക? കാര്യം WHO ഇൻസ്ട്രക്ഷൻ തന്നെ ഉണ്ട് 74 ഡിഗ്രി, അതായത് 165 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഇത് വേവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ വൈറസ് നിലനിൽക്കില്ല. നാളിതുവരെ പക്ഷിപ്പനി കാരണം ഒരു മനുഷ്യനും മരിച്ചതായിട്ടോ പകർച്ചവ്യാധി വന്നതായിട്ടോ റെക്കോർഡും ഇല്ല. ശരിയല്ലേ? ശരിയാണ്. പക്ഷെ അവർ ഭയക്കുന്നു, നാളെ ഇതിനൊരു മ്യൂട്ടേഷൻ സംഭവിച്ച് മനുഷ്യന് പ്രശ്നം ഉണ്ടായെങ്കിലോ എന്നുള്ള ഇതാണ് അവർ. അതായത് ആങ്സൈറ്റി ഡിസോർഡർ ആണ് ഇവിടെ എൻഗേജ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്റെ വേറൊരു ചോദ്യം, മിക്കവാറും ഈ കോഴി മുട്ട മുതൽ അല്ലെങ്കിൽ താറാവിന്റെ മുട്ട മുതൽ ഇമ്മ്യൂൺ ചെയ്തിട്ടാണല്ലോ ഇപ്പൊ വാക്സിനേറ്റ് ചെയ്ത മുട്ടകളാണ്. സാധാരണ ടേസ്റ്റുള്ള താറാവിന്റെ കോഴിയുടെ മുട്ട ഇന്ന് മാർക്കറ്റിൽ സുലഭമല്ല. അപ്പോൾ മുട്ടയിൽ പോലും വാക്സിനേഷൻ നടത്തുകയും പിന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച കൂടുമ്പോൾ ഇവർക്കൊക്കെ വാക്സിനേഷൻ പ്രതിരോധമായിട്ടുള്ള ഡ്രോപ്സ് ഒക്കെ കൊടുക്കുകയും ചെയ്യുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ? പിന്നെ പ്രതിരോധം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ, ആ വാക്ക് തന്നെ തെറ്റല്ലേ? അത് മുട്ടയിൽ വാക്സിനേഷൻ എന്ന് പറയുന്ന താങ്കളുടെ പ്രസ്ഥാനം ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ മുട്ട ഇടുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കുന്ന ഒരു വാക്സിനാണ്. പിന്നീട് ഇപ്പോൾ നിലവിൽ അതിനുള്ള ശാസ്ത്രീയത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വരുന്ന ബേർഡ് ഫ്ലൂവിന് ആയിട്ട് ഒരു വാക്സിൻ അല്ല കൊടുക്കുന്നത്. അല്ലാതെ അവർക്ക് വരുന്ന വയറിളക്കം പോലുള്ള ചില അസുഖങ്ങൾ, ഡെങ്കു വൈറസ് എന്നൊക്കെ പറഞ്ഞ ചില ഇതുണ്ട്, അതിനൊക്കെയാണ് നിലവിൽ വാക്സിനേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ പക്ഷികൾക്ക് വാക്സിനേഷൻ ഉണ്ടെങ്കിലും അത് കൊടുത്തു തുടങ്ങിയിട്ടില്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അല്ല, എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ പറഞ്ഞല്ലോ എന്തോന്നാ മുട്ടയ്ക്ക് വാക്സിൻ ഇല്ലാന്ന്. അത് തെറ്റിദ്ധാരണജനകമല്ല. നിങ്ങൾ ഇന്ന് കടകളിൽ നിന്നും വാങ്ങുന്ന മുട്ട പുഴുങ്ങി കഴിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാവും. ഞാൻ മുട്ടയിൽ വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ തന്നു എന്നുള്ളൂ. കാരണം താറാവ് മുട്ടയിടുന്ന സമയത്താണ് വാക്സിൻ കൊടുക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിനകത്ത് കയറുമല്ലോ. അപ്പൊ മുട്ട യഥാർത്ഥത്തിലുള്ള കോഴിയുടെ താറാവിന്റെ മുട്ട പോലും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമല്ല. ഇതെല്ലാം മെഡിക്കേറ്റഡ് ആണ്. പണ്ടിതുപോലെ ആന്റിബയോട്ടിക്സിന്റെ അതിപ്രസരം ഉണ്ടായപ്പോൾ ആ കഴിക്കുന്ന ആളുകൾക്ക് അവരുടെ അവയവങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അവർ തന്നെ പറയുന്ന കാര്യങ്ങളാണ്, അല്ല ഞാനായിട്ട് പറഞ്ഞല്ല. ഓരോ ഒന്ന് അനുഭവിച്ച് മനുഷ്യൻ ദുര്യോഗം സംഭവിക്കുമ്പോൾ അത് ഇന്നതായിരുന്നു, അത് ഇന്നതായിരുന്നു. ഇപ്പൊ കൊറോണ വാക്സിനെ കുറിച്ച് തന്നെ ഇന്നും തർക്കം ഉണ്ടായിട്ടുണ്ട്. ചൈനക്കാരും പറയുന്നു അമേരിക്ക ഡെവലപ്പ് ചെയ്തതാണ്, ഞങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല. എന്തായാലും കണ്ടമാനം ആളുകളെ ആ പേരിൽ നശിപ്പിച്ചു. അതിനൊരു പരിധിവരെ തടയിടാൻ ഹോമിയോയ്ക്കും ആയുർവേദത്തിനും സാധിച്ചു എന്നുള്ളതാണ്. അപരാധിച്ച ചൂർണമൊക്കെ കത്തിച്ചത് കാരണം കുറെ ഹോസ്പിറ്റലിൽ പോലും രോഗാണുവിക്തമായി. അതുപോലെ തന്നെ ഇവർ ചെയ്ത എല്ലാ അശാസ്ത്രീയതയാണെന്നും മാസ്ക് വെച്ചാൽ ഹൈപ്പോക്സിയ വരുമെന്നും പേപ്പർ കപ്പിൽ കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുമെന്നും ഒക്കെ ഇന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു മനുഷ്യന്റെ ശീലമായി കഴിഞ്ഞു. ഇന്ന് കൺവീനിയൻസ് നോക്കിയ ആളുകൾ പേപ്പർ കപ്പിലാണ് കഴിക്കുന്നത്. അതുപോലെ മാസ്ക് ഇല്ലാത്ത ആളിലെ ഇപ്പൊ സ്വയം ഒരു ശീലമായത് കാരണം അവർ മാസ്കും വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടുത്തെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ മന്ത്രി ചിഞ്ചുറാണിയെ ഒന്ന് സമീപിച്ചിട്ട് IFPHA പോലൊരു ശക്തമായ സംഘടനയില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ എത്രാമത്തെ പിന്നെ റെഗുലർ മീറ്റിംഗ് ആണ്? എത്ര വർഷമായത്? 5 വർഷമായി. നിങ്ങൾ അതിന്റെ ആരാണെന്നാ പറഞ്ഞത്? ഞാൻ അതിന്റെ കേരള കോർഡിനേറ്ററാണ്. അപ്പൊ കേരള കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ കൂടെ അതിന്റെ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി, അതൊരു അന്താരാഷ്ട്ര തലത്തില് 70 രാജ്യങ്ങൾ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഹോമിയോയ്ക്ക് വേണ്ടി നിൽക്കുന്ന അതിന്റെ ഡോക്ടർമാരുടെയും ഹോമിയോ സ്നേഹികളുടെയും ഒക്കെ ഉള്ളൊരു സംഘടന. എന്തുകൊണ്ട് നിങ്ങൾക്ക് അന്താരാഷ്ട്ര ലെവലിൽ WHO അല്ലെങ്കിൽ കേരളത്തിലെ വെറ്റിനറി മിനിസ്റ്റർക്കും ഡിപ്പാർട്ട്മെന്റിനും അതിനൊരു റെപ്രസെന്റേഷൻ കൊടുത്തൂടെ? ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് പൊട്ടിപ്പുറപ്പെട്ടപ്പോഴേക്കും ഞങ്ങൾ പത്രസമ്മേളനം നടത്തുകയും ഈ കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു വലിയൊരു ലോബി ഇതിന്റെ പിന്നിലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ താറാവുകൾക്ക് പക്ഷിപ്പനി വരുന്നത് കൊണ്ട് കുറേ അധികം സാമ്പത്തികമായ മെച്ചങ്ങളുണ്ട്. കാര്യം ഇവിടെ താറാവിനെ കൊല്ലുന്നു, അതിന് കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നു, അതിന്റെ കണക്ക് കൂട്ടി എഴുതി കാണിക്കുന്നു, ഇങ്ങനെയൊക്കെ രീതിയിൽ ഒരുപാട് സാമ്പത്തികമായ ഒരു മാനിപ്പുലേഷൻസ് ഉള്ളതിന്റെ പേരിലാണ് ഇത് നിലനിൽക്കുന്നത്. അതിനെ മറികടക്കാൻ ഒരുപക്ഷെ ഞങ്ങളുടെ ഇതിന് ആവില്ലാത്ത ഈ ഒരു കാലഘട്ടം ഈ നൂറ്റാണ്ടിന് പോലും ചേർന്നതായിട്ട് തോന്നാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഇതിന്
പല ഭാഗങ്ങളിൽ ലോകത്ത് പല ഭാഗങ്ങളിൽ നിന്നും പല പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ബയോടെക്നോളജികൾ തന്നെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ കള്ളിങ് മെത്തേഡാണ് ഏറ്റവും നല്ലതെന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളീയർ പോകുന്നത്. കേരളം ഇപ്പോഴും 18ാം നൂറ്റാണ്ടിലാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാര്യം കള്ളിങ് ഒക്കെ മാറ്റിയിട്ട് തന്നെ വർഷങ്ങളായി. ഈ പെട്രോൾ ഒഴിച്ച് അതിനെ സ്നേഹത്തോടുകൂടി ഒരു കൂട്ടിനകത്തോട്ട് ഒരു കുഴിയിലിറക്കി പെട്രോൾ ഒഴിച്ച് നിഷ്ഠൂരമായിട്ട് തീ കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യർക്കും സംഭവിച്ചൂടെ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് മന്ത്രി ചിഞ്ചുറാണിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും ഹോമിയോക്കാരുടെ നിങ്ങൾ ഒരു റെപ്രസെന്റേഷൻ കൂടെ ലീഗലി കൊടുത്തോടെ എന്ത് ഞങ്ങൾ എന്ത് തയ്യാറാണ്. ഞങ്ങളിപ്പോൾ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു IFPHന്റെ നേതൃത്വത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി. അവിടെ ആലപ്പുഴയിലെ അല്ലെങ്കിൽ കുട്ടനാട്ടിൽ ഈ രോഗം ബാധിച്ച അല്ലെങ്കിൽ ഇതിന് കർഷകർക്ക് എന്ത് സഹായം വേണം ഞങ്ങൾ ചെയ്തു തരാം. ഇതിന് ഞങ്ങളോടൊപ്പം വെറ്റിനറി ഡോക്ടർമാരായ പലരും ഞങ്ങൾക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ഇന്ന് വെറ്റിനറി ഹോമിയോപ്പതി ഇന്ന് കേരളത്തിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന റിട്ടയർഡ് ആയിട്ടുള്ളവരും അല്ലാത്തവരുമായ പല ഡോക്ടർമാരും ഞങ്ങൾക്ക് വേണ്ട സഹായം ഓഫർ ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ സഹായത്തോടെ അടുത്ത പ്രാവശ്യത്തേക്കെങ്കിലും ഇതിനെ ഒഴിവാക്കാൻ ഉള്ള ശ്രമം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കോടതി വഴിയും നിങ്ങൾക്ക് ശ്രമിക്കാമല്ലോ. കോടതിക്ക് സുമോട്ടോ ആയിട്ട് കേസെടുക്കാം. ഇപ്പം കേസുകളുടെ ബാഹുല്യം ഉള്ളത് കാരണം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഹൈക്കോടതിയെ ഒന്ന് സമീപിച്ചുകൂടാ? ആദ്യം ഉള്ള നടപടികൾ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഞങ്ങൾ കർഷകരുമായിട്ട് സംവദിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. കോടതി വഴിയുള്ള പിന്നീട് ആലോചിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് താങ്കൾ പറയുന്നതിനോട് യോജിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ കൊറോണ കാലത്ത് ഹോമിയോപ്പതിയെ ഇവിടെ തൊടാൻ അനുവദിച്ചില്ല. ഒടുവിൽ ഞങ്ങൾ കേസിന് പോയതിന് ശേഷം മാത്രമാണ് ഹോമിയോപ്പതി ചികിത്സ ഇവിടെ അനുവദിച്ചത്. ചികിത്സയുള്ള ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തെ കൊറോണക്കാലത്ത് മരുന്ന് കൊടുക്കാൻ സർക്കാർ അനുവദിച്ചത് കോടതിയുടെ നിർദ്ദേശം വന്നതിന് ശേഷം, ഉത്തരവ് വന്നതിന് ശേഷം. അപ്പൊ ആ ഗതികേടുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഉത്തംഗ ശൃംഖലയിൽ നിൽക്കുന്ന കേരള മിനിസ്ട്രി ഓഫ് ഹെൽത്തും വെറ്റിനറിയും എല്ലാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വിവിധ കാര്യങ്ങളിൽ ദീർഘവീക്ഷണമുള്ള ചീഫ് മിനിസ്റ്ററും ഇതിൽ കാര്യമായ ഒരു ശ്രദ്ധ ചെലുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി IFPHനെ കുറിച്ച് എന്തെങ്കിലും? IFPH എന്ന് പറയുന്നത് 2000 ആണ്ടിൽ ഹോമിയോപ്പതിയെ സർക്കാർ അവഗണിച്ച് മാറ്റി നിർത്തിയപ്പോൾ അതിൽ മനസ്സ് നൊന്ത ഹോമിയോപ്പതി സ്നേഹികളിൽ നിന്ന് ഉടലെടുത്ത ഒരു സംഘടനയാണ്. അവരാണ് തുടങ്ങി വെച്ചത്. അവർ തുടങ്ങി വെക്കുകയും അതോടൊപ്പം അതിനോടൊപ്പം ഡോക്ടർമാർ കൈകോർക്കുകയും ചെയ്തുകൊണ്ട് 56 രാജ്യങ്ങളിലെ ചില ആളുകൾ, പ്രതിനിധികൾ അതിനോടൊപ്പം ചേർന്ന് കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് അഭിമാനിക്കാവുന്നത്. ഇന്ന് 70 രാജ്യങ്ങളിൽ ഇതിൻ്റെ ഫോളോവേഴ്സ് ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ അന്ന് തുടങ്ങിയ 2020 ഞങ്ങൾ തുടങ്ങി വെച്ച ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി 3 ഭാഷകളിൽ ഇതിൻ്റെ ഒരു വെബിനാറ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇടതടവില്ലാതെ തുടരുകയാണ്. വേറെ ഒരു സംഘടനയ്ക്കൊന്നും അവകാശപ്പെടാനാവാത്ത രീതിയിൽ എന്നും 365 ദിവസവും ഇത് തുടരുകയാണ്. ഇനി ഇതിനകത്ത് ഹോമിയോപ്പതിക്ക് ഞങ്ങൾ എന്തുകൊണ്ട് ഹോമിയോപ്പതിയെ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറയുന്നത് വെച്ചാൽ, കേരളത്തിലെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ കുറേ അധികം പകർച്ചവ്യാധികൾ ഹോമിയോപ്പതി ഇടപെട്ടപ്പോൾ അതാണ് ഇവിടെ നിന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു സംക്ഷിപ്ത രൂപം പറയാം. നമ്മൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ കോളറ ബാക്ടീരിയ രോഗമാണ്. എന്നാൽ പോലും ലോകത്ത് കോളറ നിയന്ത്രണ വിധേയമായത് ഒരു 2 നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഹോമിയോപ്പതി ഇടപെട്ടപ്പോഴാണ്. അതൊന്നും ജനങ്ങൾക്ക് അറിയില്ലാത്ത കാര്യമാണ്. ഏറ്റവും പിന്നെ വൈറസ് ഡിസീസിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ 2007 ചേർത്തലയിൽ വന്നു കഴിഞ്ഞാൽ ചിക്കൻ ഗുനിയ നിയന്ത്രണ വിധേയമായത് ഹോമിയോപ്പതി ഇടപെട്ടപ്പോഴാണ്. ഹോമിയോപ്പതി ഇടപെടാൻ അനുവദിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചിക്കൻ ഗുനിയ നിയന്ത്രണ വിധേയമായത്. പിന്നെ കാസർഗോഡ് സെറിബ്രൽ മലേറിയ ഹോമിയോപ്പതി മരുന്നുകൊണ്ടാണ് നിന്നത്. അതിനുശേഷം 21 വർഷമായിട്ട് അവിടെ ഇതുവരെ സെറിബ്രൽ മലേറിയ വന്നിട്ടില്ല. ഇനി 2002 എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ ടൈഫോയിഡ് ഹോമിയോപ്പതിയുടെ ഇതുകൊണ്ടാണ് ഇടപെട്ടപ്പോഴാണ് അവസാനിച്ചത്. 2002 കേരളമാകെ ഡെങ്കിപ്പനി, അത് ഹോമിയോപ്പതി ഇടപെട്ടപ്പോഴാണ് അവിടെ അവസാനിച്ചത്. 1998 കോഴിക്കോടുണ്ടായ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, 99 മലപ്പുറത്തെ കോളറ, 2001 എലിപ്പനി, ഇങ്ങനെ പലതുണ്ട് ഹോമിയോപ്പതിയുടെ ഇടപെടലിൽ അവസാനിച്ചത്. ഇനി 2002 ഡെങ്കിപ്പനി ആയിട്ട് ഹോമിയോപ്പതിയിൽ കേരളത്തിൽ ഹോമിയോ മരുന്ന് വിതരണം ചെയ്തപ്പോൾ അതിൽ 86% സക്സസ് റേറ്റാണ് അന്ന് കാണിച്ചത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്
ആന്ധ്രാപ്രദേശിൽ 90കളിൽ അവസാനത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ജാപ്പനീസ് എൻകഫലൈറ്റിസ് അത് അവിടെ ഒരു വർഷത്തിൽ 400ഓളം കുട്ടികളാണ് മരിച്ചിരുന്നത്. ജാപ്പനീസ് എൻകഫലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി മരിക്കുകയാണ്. ഒന്നും ചെയ്യാനാവാതെ അലോപ്പതി വൈദ്യശാസ്ത്രം ഒന്നും ചെയ്യാനാവാതെ നിന്ന സമയത്ത് അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി അവിടുത്തെ ആരോഗ്യമന്ത്രി ഒരു അലോപ്പതി ഡോക്ടറായിരുന്നു. അവരെ വിളിച്ചിട്ട് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിൽ എന്തെങ്കിലും പരിഹാരം കാണണം, അല്ലെങ്കിൽ നടപടി എടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ അവർ അന്ത്യശാസനം മുഖ്യമന്ത്രിയിൽ നിന്ന് വരികയും ആരോഗ്യമന്ത്രി അന്നത്തെ ആന്ധ്രാപ്രദേശിലെ ആരോഗ്യമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അതിൽ ഹോമിയോപ്പതിക്കാർ ധൈര്യമായിട്ട് ഞങ്ങൾ ഇത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അവിടുത്തെ ആന്ധ്രാപ്രദേശിലെ സകല ഗവൺമെൻറ് ആശുപത്രികളും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെ ഹോമിയോപ്പതിക്കാർക്കായി തുറന്നു വെച്ചു. ഒരു വർഷം ഈ വാക്സിനും ചികിത്സയും മുന്നോട്ട് പോയി. പിറ്റേ വർഷം അവിടെ എല്ലാ വർഷവും 400ഓളം കുട്ടികൾ മരിച്ച സ്ഥാനത്ത് പിറ്റേ വർഷം മരിച്ചത് 4 കുട്ടികൾ മാത്രമാണ്. പിന്നീട് അവിടെ രോഗം വന്നിട്ടില്ല. ഇത് WHO ഒരു പ്രശംസ പിടിച്ചു പറ്റിയതും കൂടിയാണ്. പക്ഷെ ഇതൊന്നും സമൂഹത്തെ അറിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം മറ്റവര് അവരുടെ പല സിൽക്കാര ശബ്ദങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട അപകടം 3000 കോടി രൂപയാണ് ആരോഗ്യരംഗത്തേക്ക് വിദേശികൾ ഇവിടെ കേരളത്തിൽ നിക്ഷേപിച്ചു തുടങ്ങി. അതിന്റെ ദുര്യോഗങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ കേവലം നോക്കുന്നത് ഞങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും, നല്ലൊരു സാലറി കിട്ടുമെന്നൊക്കെ ആയിരിക്കും. ജർമ്മനി പോലുള്ള വിദേശങ്ങളിൽ ഇന്ന് മലയാളികൾ അനുഭവിക്കുന്ന ദുരന്തം, നെഞ്ചു പൊട്ടി തകർന്ന് ആശുപത്രി ചെന്നിട്ട് പോലും 3 മാസം കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് ഉള്ളെന്ന് പറഞ്ഞ് മരിച്ചിട്ട് പോലും ഡോക്ടർ വന്ന് നോക്കാത്ത അവസ്ഥകളുണ്ട്. ഇന്ന് സുലഭമായ ഇവിടെ സാധാരണക്കാരന് പോലും ഏത് ആശുപത്രി ചെന്നാലും ഏത് ഡോക്ടറെയും കാണാം എന്നുള്ളൊരു അവസ്ഥ ഇങ്ങനെയുള്ള കോർപ്പറേറ്റുകളുടെ കയ്യിലെത്തിയാൽ ഇല്ലാണ്ടാകും. അത് ഭരണപക്ഷവും പ്രതിപക്ഷവും ജനങ്ങളും തിരിച്ചറിയേണ്ടതാണ്. നമുക്ക് കോടികൾ മഞ്ഞളിക്കരുത്. സാധാരണക്കാരനായിട്ട് ജീവിക്കുക 3.5 കോടി ജനങ്ങൾ. ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടെ നൈസ് ആക്ഷൻ മീഡിയയുടെ പ്രക്ഷേപണത്തിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, അഭ്യർത്ഥിക്കുന്നു. തമ്പി നാഗാർജുന നിങ്ങളോടൊപ്പം. നന്ദി, നമസ്കാരം. നമസ്തേ ഡോക്ടർ സലീം. വീണ്ടും ഒരു അധ്യായത്തോടൊപ്പം നിങ്ങൾക്ക് നമ്മളെ കാണാം.